CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതകൾക്കായി അനുവദിച്ച സീ ഫുഡ് കഫ്തീരിയ ഫിഷ് ഔട്ട്ലെറ്റ് ട്രക്കുകളുടെ വിതരണോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ ഹാർബറിൽ നിർവഹിച്ചു. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണിത്. നേതാക്കളുടെ അമിതമായ ലാളന കൊണ്ടാവും PK ശശി പാർട്ടിക്കെതിരെ തിരിഞ്ഞതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. ഇത്ര ലാളനയും പിന്തുണയും അവസരവും കിട്ടിയ മറ്റൊരു CPM നേതാവ് പാലക്കാട് ജില്ലയിൽ ഉണ്ടാകില്ലെന്നും NN കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീ ശാക്തീകരണം, ഭവന നിർമ്മാണം, തൊഴിൽ ശേഷി വികസനം, ഡിജിറ്റൽ സാക്ഷരത എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസാണ് ബജറ്റ് അവതരിപ്പിച്ചത്. PK ശശിയെ CPM-ൽ നിന്നും പുറത്താക്കിയ നടപടി കുമരംപുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ചു. ആഹ്ലാദ പരിപാടിയിൽ മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. നേതാക്കളുടെ അമിതമായ ലാളന കൊണ്ടാവും PK ശശി പാർട്ടിക്കെതിരെ തിരിഞ്ഞതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. ഇത്ര ലാളനയും പിന്തുണയും അവസരവും കിട്ടിയ മറ്റൊരു CPM നേതാവ് പാലക്കാട് ജില്ലയിൽ ഉണ്ടാകില്ലെന്നും NN കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ PK ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിക്ക് ശശിയുടെ പരാതികൾ ഉണ്ടാവും. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ സമീപിച്ചത്. ഇടതുപക്ഷത്തിന്റെ വിജയത്തിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും ഞങ്ങൾ തോൽപ്പിക്കും. ഇടതുപക്ഷം വിജയിക്കും. ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. CCN പാലക്കാട്. PK ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. പാർട്ടിയുടെ നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിക്കും. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ്. പക്ഷെ പാർട്ടി പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി എന്ത് തീരുമാനങ്ങൾ ഉണ്ടെങ്കിലും ആ തീരുമാനങ്ങൾക്കപ്പുറം പാർട്ടി കൂട്ടായി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ് അന്തിമം. ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു പാർട്ടി മെമ്പർക്കും അവകാശമില്ല. വിവിധ ഘടകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദപ്പെട്ട നേതാക്കളായിട്ടുള്ള ആളുകൾക്കും ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിന് അവകാശമില്ല. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമ്മള് ഈ പുറത്താക്കൽ എന്ന് പറയുന്നത് സിപിഎമ്മിനകത്ത് എടുക്കുന്ന നടപടികളെല്ലാം ഓരോ സഖാക്കളെയും തെറ്റിതിരുത്തി തിരിച്ചു കൊണ്ടുവരാനാണ്. കുറച്ചുകൂടി തിളക്കമാർന്ന വ്യക്തിജീവിതവും പൊതുജീവിതവും പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാനാണ് ഈ തിരുത്തലുകൾക്കെല്ലാം ഓരോ ഘട്ടത്തിലും വിധേയമാകുന്നത്. കുറ്റങ്ങളും കുറവുകളെല്ലാം എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഏഷ്യാനെറ്റിന് വീണ്ടും ചോദിച്ച് വീണ്ടും അത് തന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഏഷ്യാനെറ്റുകാർക്ക് ഇതിങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ആയതുകൊണ്ടാണ്. പറഞ്ഞോട്ടെ. വേറെ ഒരു പക്ഷേ മറ്റൊരു ജില്ലയിലും ഇത്തരം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടില്ല വേറെ. ഇന്നലെ നിങ്ങളുടെ ചാനലും എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. ഏഷ്യാനെറ്റ് ചാനലും എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. അവരോട് കൂടിയിട്ടാണല്ലോ ഞാൻ അതിന് ഉത്തരം പറഞ്ഞത്. നിങ്ങൾക്കിനി ഇങ്ങനെ ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് നിങ്ങൾ എത്ര തവണ വേണമെങ്കിലും അത് ആവർത്തിച്ചോളും. സുരേഷ് ബാബുവിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ആ കാര്യത്തിലുണ്ടാവില്ല. ഒരു ചെറിയ തന്മാത്രന്റെ വലുപ്പത്തിൽ പോലും എന്നെ അത് ബാധിക്കില്ല. അതാണ് എന്റെ പൊതുജീവിതവും എന്റെ വ്യക്തിജീവിതവും. എന്നെ അറിയുന്നവർക്ക് നന്നായിട്ടറിയാം.
ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ സാധാരണ മനുഷ്യർക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണ് പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് ഇവിടെ എത്തിയെന്നുള്ളത്. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയാസവും എന്നെ സംബന്ധിച്ചിടത്തുണ്ടാവില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞു നടന്നോളൻ, നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് അതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് അതിനെതിരായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. കോൺഫിഡൻഷ്യൽ ഫയൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ട്, അതിൽ താങ്കളുടെ പേരും ഫോട്ടോയും ഉൾപ്പെടെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അയാള് വെളിയിടട്ടെ എന്ന് നിങ്ങള് അത് ഞാൻ ചോദിക്കട്ടെ. അല്ല അതെ, അയ്യോ അത് ഇന്ന് തന്നെ വിടാൻ പറയുന്നത്. മാധ്യമങ്ങൾ ഇപ്പൊ പോയി അയാളോട് ആ തെളിവൊന്ന് വിടാൻ പറയും, വിടാൻ പറയണം. അതല്ലേ അന്തസ്സുള്ള ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് ആ ആരോപണത്തിന്റെ വസ്തുതകൾ പുറത്തുവിടാൻ സാധിക്കണം. അല്ലാണ്ട് വെറുതെ ആരോപണം ആകാശത്ത് നിർത്തുകയല്ല വേണ്ടത്. ആ ആരോപണം തെളിയിക്കപ്പെടുന്ന തെളിവുകൾ പുറത്തുവിടട്ടെ. പിന്നെ കോൺഫിഡൻഷ്യൽ ഫയലുണ്ട്, ആയിക്കോട്ടെ, ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതുകൂടി പുറത്തു വരട്ടെ എന്ന്. അതിലെന്താ പേടി? CCN പാലക്കാട്. കലാഭവൻ മണിയുടെ പാട്ടുകൾ നിസ്സുവർഗത്തിന്റെ താരാട്ടുപാട്ടുകളായിരുന്നുവെന്ന് ബിജുമോൻ പന്തിരിക്കുലം. ചെർപ്പുളശ്ശേരിയിൽ കലാഭവൻ മണി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിജുമോൻ പന്തിരിക്കുലം. കലാഭവൻ മണിയെ സ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം നമ്മളെ സ്മരിക്കുകയും നമ്മുടെ പിന്മുറക്കാരായിട്ടുള്ള പൂർവ്വസൂരികളായിട്ടുള്ള ആളുകളെ സ്മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ ദിനവും ഓരോ സ്മരണ ദിനവും ഓരോ ഉത്തേജനം നൽകുന്നതാണ്. നമുക്ക് എന്താണോ ഒരു ദിനം പ്രതിദാനം ചെയ്തത്, ആ ദിനം നമ്മുടെ പിറന്നാളുകളെ പോലെ നമ്മുടെ സ്മൃതി നമ്മുടെ പൂർവികരുടെ സ്മൃതി ദിനങ്ങൾ നമുക്ക് ഊർജം പകരുന്നതായിരിക്കണം. അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള മലബാർ സൗഹൃദ വേദിയുടെ സെക്രട്ടറിമാരെ നൽകി ഗോപനക്കാടും ശ്രീ ദിനേശൻ എല്ലാവരും സജീവമായി ഇടപെട്ട് അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആദരണീയനായ ബാലകൃഷ്ണ മാഷയെ പോലുള്ള ആളുകൾ, അതുപോലെ മൊഴികുന്ന ദാമോദരൻ നമ്പൂരി മാഷയെ പോലുള്ള ആളുകൾ, ഡോക്ടർ അജിസാറിനെ പോലുള്ള ആളുകൾ ഈ ഒരു സൗഹൃദ വലയം വികസിപ്പിച്ചെടുക്കുകയും സമൂഹത്തിലെ പിന്നാമ്പറങ്ങളിൽ അകപ്പെട്ട ആളുകളെ മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള പ്രയത്നം നടത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് MES കോളേജിൽ മുഹമ്മദ് അലിയുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ നമുക്കിവിടെ നടത്താറുള്ളത്. ചെർപ്പുളശ്ശേരിയിൽ കലാഭവൻ മണി അനുസ്മരണ സമിതിയും മലബാർ സൗഹൃദവേദിയും സംയുക്തമായാണ് കലാഭവൻ മണി അനുസ്മരണ സമ്മേളനവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചത്. ഡോക്ടർ K. അജിത് മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത നാടൻപാട്ടു കലാകാരിയും പൊറാട്ടു നാടകത്തിലെ ഏക സ്ത്രീ സാന്നിധ്യവുമായ ശോഭന കടമ്പൂരിനെ നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K. ബാലകൃഷ്ണൻ ആദരിച്ചു. സൗഹൃദവേദി സെക്രട്ടറിമാരായ ഗോപൻ എഴക്കാട്, ദിനേശൻ എഴുവന്തല, പ്രിൻസിപ്പൽ ജാതവേദൻ, വൈസ് പ്രിൻസിപ്പൽ മുരളി ചമ്മന്നൂർ, ശോഭന കടമ്പൂർ, മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി, K. ബാലകൃഷ്ണൻ, മുഹമ്മദ് അലി മാടാല, TP സായിറാം, മധു മിനർവ എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. കടമ്പഴിപ്പുറം ഓട്ടിസം സെന്ററിന്റെ പുതിയ കെട്ടിടം K. പ്രേംകുമാർ MLA നാടിന് സമർപ്പിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയതാണ് കെട്ടിടം. കഴിഞ്ഞ 6 വർഷക്കാലമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെ പ്രവർത്തിച്ചു വരികയായിരുന്ന സെന്ററിനാണ് ഇപ്പോൾ സ്വന്തമായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം ഒരുങ്ങിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെർപ്പുളശ്ശേരി BRCക്ക് കീഴിലുള്ള വിവിധ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 36ഓളം കുട്ടികളാണ് നിലവിൽ ഈ സെന്ററിൽ പരിശീലനം നേടുന്നത്. 2 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും 1 ആയയുമാണ് കുട്ടികളുടെ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമായതോടെ കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പരിശീലനവും കരുതലും ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. ഒറ്റപ്പാലം മണ്ഡലം സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമായി പ്രഖ്യാപിക്കാനുള്ള പ്രാഥമികമായ നീക്കം നടത്തിയത് കേരളത്തിൽ തന്നെ കാഴ്ച പരിമിതിയുള്ളവർക്ക് അത്തരം കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ട്രെയിൻ ചെയ്യിക്കുന്ന ഏക കേന്ദ്രമായിട്ടുള്ള നമ്മുടെ ഹെലൻകല സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു, തൊട്ടകയിൽ വെച്ചായിരുന്നു. അതിന്റെ ഭാഗമായി വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായി
MLA മുൻകൈയിൽ ഒരു ഭിന്നശേഷി കോൺക്ലേവ് 2 ദിവസം നമ്മുടെ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്കായി, രക്ഷിതാക്കൾക്കായി 2 ദിവസത്തെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു. അന്ന് ജില്ലാ കളക്ടറായിരുന്ന ശ്രീമതി പ്രിയങ്ക ജി IAS ആയിരുന്നു നമ്മുടെ ആ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. ആ കോൺക്ലേവിൽ ഉയർന്നു വന്ന വ്യത്യസ്തമാർന്ന നിർദ്ദേശങ്ങളിൽ പലതും നടപ്പിലാക്കാനുള്ള പരിശ്രമത്തിലാണ്. ആ പ്രവർത്തന വഴിയെയാണ് വളരെ നേരത്തെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചെറുപ്പുളശ്ശേരി BRC സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കടമ്പഴിപ്പുറം GUP സ്കൂളിൽ വിദ്യാർത്ഥി കാലം മുതൽ തന്നെ വരുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഇവിടെ വന്നിരുന്നത്, കടമ്പഴിപ്പുറം BRCയിൽ വന്നിരുന്നത് ഇവിടെയുള്ള അധ്യാപകരുമായിട്ടുള്ള ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അശോക് കുമാർ, SSK ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ MK നൌഷാദ് അലി, BPCNP പ്രിയേഷ്, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ഷീലാദേവി, AEO E. രാജൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കുരൽ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിൽ ജെൻഡർ ഈക്വാലിറ്റി വീക്കിന് തുടക്കമായി. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും കവയിത്രിയുമായ വിജയരാജ മല്ലിക പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സെറ്റും നെറ്റും ഒക്കെയുള്ള ധാരാളം ട്രാൻസ്ജെൻഡർ മനുഷ്യരുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും സർക്കാർ മേഖലയിലോ അല്ലെങ്കിൽ പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലിയില്ലാത്ത കാലത്ത്, അതായത് ലിംഗനീതി ഉറപ്പിക്കാൻ കഴിയാത്ത കാലത്ത് നമുക്ക് എങ്ങനെയാണ് സമത്വമുണ്ടെന്ന് ആഘോഷിക്കാൻ അല്ലെങ്കിൽ സമത്വമുണ്ടെന്ന് സങ്കല്പിക്കാൻ കഴിയുക എന്നത് തീർച്ചയായിട്ടും ചോദിക്കേണ്ട കാര്യമാണ്. അപ്പൊ സമത്വമല്ല ആദ്യം ഉണ്ടാകേണ്ടത്, മറിച്ച് ലിംഗനീതി നടപ്പിലാക്കിയ ശേഷം മാത്രം. എന്റെ അതേ ക്വാളിഫിക്കേഷനുള്ള സിസ്ജെൻഡർ ആയ ഒരു സ്ത്രീക്ക് 45,000 രൂപ ശമ്പളത്തിൽ ഒരു ജോലിയും എനിക്ക് ജോലി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത്. ജെൻഡറിന്റെ കാണാപ്പുറങ്ങൾ, കേൾക്കാത്ത കഥകൾ, കാണാത്ത ജീവിതങ്ങൾ എന്ന വിഷയത്തിൽ അവർ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T. ബിന്ദു, യൂണിയൻ ചെയർപേഴ്സൺ സ്നേഹ, അഡ്വൈസർമാരായ ഡോക്ടർ വിജയശ്രീ, ദേവി, മാധവ സദാശിവൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി യൂണിയൻ സംഘടിപ്പിക്കുന്നത്. CCN കടമ്പഴിപ്പുറം. PK ശശിയെ CPM-ൽ നിന്നും പുറത്താക്കിയ നടപടി കുമരമ്പത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ചു. ആഹ്ലാദ പരിപാടിയിൽ മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. PK ശശി എന്നൊരു ക്യാൻസറിനെ, PK ശശി എന്നൊരു ക്യാൻസറിനെ, PK ശശി എന്നൊരു ക്യാൻസറിനെ, PK ശശി എന്നൊരു ക്യാൻസറിനെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ, പുല്ലുപോലെ വലിച്ചെറിഞ്ഞ പാർട്ടി നേതൃത്വത്തിന് അഭിവാദ്യങ്ങൾ, പാർട്ടി നേതൃത്വത്തിന് അഭിവാദ്യങ്ങൾ, പാർട്ടി നേതൃത്വത്തിന് അഭിവാദ്യങ്ങൾ, പാർട്ടി നേതൃത്വത്തിന് അഭിവാദ്യങ്ങൾ. ഞങ്ങൾക്കെന്നും ആവേശം, ഞങ്ങൾക്കെന്നും ആവേശം. ശ്രീരാജേ ഇതെന്താ സംഭവം വെച്ചാ, ഞാനിങ്ങനെ സത്യം പറയാം, ഒരാൾ മരിച്ചിട്ട് സന്തോഷിക്കണം ഞാൻ ആദ്യമായിട്ടാണ്. അതായത് മകനം കൊടുത്ത് സന്തോഷിക്കുക, അത് എനിക്കൊരു അവകാശപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, അതിന് ഏറ്റവും അർഹതപ്പെട്ട ആൾ നിങ്ങളാണെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നത്. ആരും കരയണ്ട, സന്തോഷത്തോടു കൂടി കഴിച്ചോളൂ. കിട്ടിയവർ ഓരോന്നും എടുക്കാവുള്ളൂ. കാരണം അത് പെട്ടെന്ന് അതുകൊണ്ട് കേട്ടോ, ആ മൈക്കുകാരുടെ സന്തോഷം വരെ നോക്കിയത്, ചാനലുകാർക്ക് വരെ ഭയങ്കര സന്തോഷം. എന്താ ഷുഗറിലും കഴിക്കണ്ടല്ലോ. അതാണോ നല്ല ചുമന്ന ജിലേബിയാണ് കൊടുത്തിരിക്കുന്നത്.
ജില്ലയിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയനും മദ്യപാനിയും കമ്മ്യൂണിസ്റ്റ് കള്ളനുമായ ഒരാൾക്ക് അർഹിച്ച ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഐലക്കര മുഹമ്മദ് അലി ഈ നടപടിയോട് പ്രതികരിച്ചു. ഇതോടുകൂടി സംഭവിച്ചത് ഇന്ന് പത്രസമ്മേളനത്തിൽ ഇന്നത്തെ പ്രസംഗത്തിൽ പാലക്കാട് ജില്ലയിലെ മുഴുവൻ CPM നേതാക്കന്മാരെയും തെറി പറഞ്ഞു നടത്തിയ പ്രസംഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആ വിശേഷണങ്ങൾ ചേരുന്ന പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് കള്ളൻ, പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയൻ, പാലക്കാട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ മദ്യപാനിയുടെ അന്ത്യം ഇന്ന് നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉന്നയിച്ച തീവ്രത ആരോപണങ്ങൾ PK ശശിയുടെ കാര്യത്തിലും പ്രസക്തമായിരുന്നുവെന്നും ഇപ്പോൾ ആ അധ്യായം അവസാനിച്ചുവെന്നും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു. ലീഗുകാരും കോൺഗ്രസുകാരും BJPക്കാരും ഇപ്പൊ നിങ്ങൾക്ക് കൈയടിക്കാനുണ്ടാകും. മുമ്പ് നിങ്ങളുടെ തീവ്രതയെക്കുറിച്ച് പറഞ്ഞത് അവരാണ്. ഇവിടെ ഈ പാർട്ടിയെ ഇത്രത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒരു വാക്ക് ഉരുത്തിരിഞ്ഞു വന്നതിന്റെ പിന്നിലെ ശില്പി ഈ പറഞ്ഞയാളാണ്. ഇയാൾ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാര്യം പോലും ഞങ്ങൾക്ക് പറയാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അതിലൊരു വലിയ സമാധാനമുണ്ട്. കാരണം എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞ അപ്പൊ PK ശശിയുടെ തീവ്രത എടുത്തിരുന്നായിരുന്നു. ഇപ്പോ രണ്ട് തീവ്രതയും ആ ഭാഗത്ത് പോയി അടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ചേരേണ്ടത് ചേരും. ജലം അതിന്റെ നാഥനെ കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ കലക്കൽ വിദഗ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് ഒരു പീഡനവീരനെ കൂടി UDFന് കിട്ടും എന്നല്ലാതെ വേറൊന്നും ഇതിൽ ഞങ്ങളല്ല. ഒരു കാലത്ത് നിങ്ങളാണ്, UDF ആണ് ഇത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് ഈ നിങ്ങൾ തീവ്രത അളക്കാൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞ മാതിരി കുഞ്ഞാപ്പക്കും അതേപോലെ തന്നെ VD സതീശനും നിങ്ങളെ നേതാക്കൾക്കൊക്കെ നല്ല അവസരം കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ 3 പതിറ്റാണ്ടിലേറെ കാലമായി ഈ പാർട്ടിയെ ഗ്രസിച്ച ക്യാൻസറിന് റേഡിയേഷൻ കൊടുത്തു, കീമോതെറാപ്പി കൊടുത്തു, വേണ്ട ചികിത്സകളെല്ലാം കൊടുത്തു. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാൻ, എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറി ആരോഗ്യമുള്ള തരത്തിൽ തിരിച്ചു വരാൻ, ഏത് കമ്മ്യൂണിസ്റ്റ് ആരോഗ്യമല്ല പഴയത്, അങ്ങനെ തിരിച്ചു വരണം എന്ന് കരുതിയതാണ്. പക്ഷേ അങ്ങനെ തിരിച്ചു വരുന്നില്ല. ഇതിന്റെ പോക്ക് പഴയ ആൾക്കാർ പറയും വെല്ലിപ്പാന്റെ തൂക്കം പള്ളിത്തൊടിക്കെന്ന് പറഞ്ഞ മാതിരി ഇയാളുടെ പോക്ക് എവിടേക്കാണ് എന്ന് ഈ പാർട്ടി തിരിച്ചറിഞ്ഞു. അതേസമയം തന്റെ പുറത്താക്കലിനെ കുറിച്ച് SR ഹബീബുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. എന്നെയൊക്കെ ഈ പാർട്ടി നടപടിയെടുത്തതാണ്. എന്തിന്റെ പേരിൽ? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടല്ല. പാർട്ടി ഓഫീസിന്റെ പണം കള്ളൊപ്പിട്ട് സ്വന്തം വീട്ടിലേക്ക് FD റെസീറ്റ് മാറ്റിക്കൊണ്ടുപോയതിന്റെ പേരിലല്ല. പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ കള്ളക്കേസിൽ കുടുക്കി പോലീസിൽ ഗൂഢാലോചന നടത്താൻ ശ്രമിച്ചതിനെതിരായിട്ടല്ല. പിന്നെ എന്തിനാ പുറത്താക്കിയത്? ഈ തമ്പുരാന്റെ ചില അരമന രഹസ്യങ്ങളെ കുറിച്ച് പാർട്ടി ഘടകത്തിൽ ചോദ്യം ചെയ്തതിനാണ്. അതാണ്, പുറത്ത് മൈക്ക് വെച്ച് പ്രസംഗിച്ചിട്ടല്ല. പാർട്ടി ഘടകത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിനാണ് എനിക്കെതിരെയുള്ള 2003 ഒന്നാമത്തെ ചാർജ് ഷീറ്റ്. നിങ്ങൾ ആലോചിക്കണം, പാർട്ടിയെ തിരുത്തേണ്ടത് പാർട്ടിക്കകത്ത് നിന്നാണ്, പുറത്തുനിന്നല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പാർട്ടിക്കകത്ത് നിന്ന് ഇയാളുടെ തമ്മാടിത്തരങ്ങളെ ചോദ്യം ചെയ്തത്. അതിനായിരുന്നു എനിക്ക് 2003 പാർട്ടിയുടെ പേരിൽ നോട്ടീസ് തന്നത്. അന്നത്തെ അന്വേഷണ കമ്മീഷൻ നടത്തിയ സഖാവ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്തു മറുപടി തന്നിട്ടും കാര്യമില്ല, ശശി നിങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. CCN മണ്ണാർക്കാട്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതകൾക്കായി അനുവദിച്ച സീ ഫുഡ് കഫ്റ്റീരിയ, ഫിഷ് ഔട്ട്ലെറ്റ് ട്രക്കുകളുടെ വിതരണോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ ഹാർബറിൽ നിർവഹിച്ചു. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണിത്. ഞാൻ മറ്റൊന്നുമല്ല, 10 വർഷമായി നിങ്ങളുടെ MLA ആണ് ഞാൻ ഇപ്പോൾ 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇനി മറ്റൊരു MLA വരേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഏറ്റെടുത്ത കാര്യം എന്നുള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതേ സ്ഥലത്ത് വെച്ച് നമ്മൾ നൽകിയ വാഗ്ദാനമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, 10 വർഷം ആദ്യമായി ഈ ഹാർബറിൽ വരുന്ന സമയത്ത് ചെളിയിലൂടെ വെള്ളത്തിലൂടെ നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ കൊടുത്ത വാഗ്ദാനമാണ്. എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും ഇത്തരത്തിൽ ഹാർബർ നിർമ്മിക്കും. ഇതിന് ഏറ്റവും കൂടുതൽ സ്ഥല സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഹാർബർ, അത് നിങ്ങൾക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്.
താനൂർ ഹാർബറിന്റെ വികസനത്തിനായി സർക്കാർ 100 കോടിയോളം രൂപയുടെ പ്രവൃത്തികൾ ഇതിനോടകം നടപ്പിലാക്കിയതായി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തീരദേശത്തെ പ്രധാന പ്രശ്നമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 19 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതിനായുള്ള ടാങ്ക് നിർമ്മാണം പൂർത്തിയായി വരികയാണെന്നും ബാക്കിയുള്ള പദ്ധതികൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വിദ്യാതീരം ദത്തെടുക്കൽ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഉറക്കിൽ അഞ്ചുടി സ്വദേശിനി നാഫില ഷെറിന് 75,000 രൂപയുടെ ചെക്കും മന്ത്രി കൈമാറി. തീരദേശവാസികളുടെ സാമ്പത്തിക സാമൂഹിക പുരോഗതി ലക്ഷ്യമിടുന്ന മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് 44.04 ലക്ഷം രൂപ ചെലവിൽ ട്രക്കുകൾ വിതരണം ചെയ്തത്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KB രമേശ്, താനൂർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ T മുഹമ്മദ് സജീർ, ഡെവലപ്മെന്റ് ഓഫീസർ M സുനിൽകുമാർ എന്നിവരും തീരദേശ വികസന കോർപ്പറേഷൻ പ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. സ്ത്രീ ശാക്തീകരണം, ഭവന നിർമ്മാണം, തൊഴിൽശേഷി വികസനം, ഡിജിറ്റൽ സാക്ഷരത എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ് ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. 29,53,63,110 രൂപ വരവും 25,60,40,555 രൂപ ചിലവും 3,93,22,555 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വികസനോന്മുഖമായ ബജറ്റാണ് ഭരണസമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. വനിതകളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രാപ്തരാക്കുന്നതിനായി വിപുലമായ പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. കൂടാതെ റോഡിതര ആസ്തികളുടെ പരിപാലനത്തിനായി 2,22,14,000 രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്നും ജീവനക്കാരുടെ ശമ്പളം, ഓണറേറിയം, മറ്റ് ഭരണ ചെലവുകൾ, ദൈനംദിന ചെലവുകൾ തുടങ്ങിയവയുടെ നടത്തിപ്പിനായി അനുവദിക്കുന്ന പ്രത്യേക തുകയായ ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ 1,06,35,000 രൂപ ഇതുമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. വനിതാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂണിറ്റിലൂടെ സ്വയം തൊഴിൽ സംരംഭങ്ങളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ വിപണി കണ്ടെത്താനും ബ്രാൻഡിങ്ങിനും സഹായം നൽകും. ഇതിനായി ബ്ലോക്ക് തലത്തിൽ ഡിജിറ്റൽ സപ്പോർട്ട് ഡെസ്ക് രൂപീകരിക്കും. കൂടാതെ സ്ത്രീകൾക്ക് നിയമപരവും മാനസികവുമായ പിന്തുണ നൽകുന്നതിനായി വനിതാ ഫെസിലിറ്റേഷൻ സെന്ററുകളും സ്ഥാപിക്കും. ഗാർഹിക പീഡനം തടയുന്നതിനും മാനസികാരോഗ്യ കൗൺസിലിംഗിനും ഇവിടെ സൗകര്യമുണ്ടാകും. ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ പാർപ്പിടം ഉറപ്പാക്കുന്നതിനായി 2 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. സ്വന്തമായി ഭൂമിയുള്ള ഭവനരഹിതരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉദ്യോഗാർത്ഥികൾക്കായി കരിയർ കണക്ട് എന്ന പേരിൽ പരിശീലനം മുതൽ നിയമനം വരെ ഏകോപിപ്പിക്കുന്ന സംവിധാനം നടപ്പിലാക്കും. തൊഴിൽ മേളകൾ, സോഫ്റ്റ് സ്കിൽ പരിശീലനം, തൊഴിൽ ഡാറ്റാബേസ് രൂപീകരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. പട്ടികജാതി വിഭാഗത്തിലെ മികച്ച വിദ്യാർത്ഥികൾക്കായി നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയതാണ് മറ്റൊരു പ്രധാന പ്രഖ്യാപനം. ഭിന്നശേഷിക്കാരുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കലാമേളകളും കൂട്ടായ്മകളും സംഘടിപ്പിക്കും. കൃഷി, ആരോഗ്യം, ശുചിത്വ മേഖലകൾക്കും ബജറ്റിൽ അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട്. നെൽകൃഷി പ്രോത്സാഹനത്തിനും ക്ഷീരകർഷകർക്കും വയോജനക്ഷേമത്തിനുമായി ലക്ഷക്കണക്കിന് രൂപ ബജറ്റിൽ മാറ്റിവച്ചിട്ടുണ്ട്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ബജറ്റ് അവതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷത്തെ ഒരു ബജറ്റ് കൂടിയാണിത്. ഈ ബജറ്റോട് കൂടി 14 സാമ്പത്തിക വർഷം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുകയാണ്. ഇനി അടുത്ത വർഷം മുതൽ പുതിയ പരിഗണനകളും പുതിയ മുൻഗണനകളുമായി പുതിയ പഞ്ചവത്സര പദ്ധതി നിലവിൽ വരികയുമാണ്. ഈ പ്രാവശ്യത്തെ ബജറ്റ് ക്ഷേമത്തിന് മുൻതൂക്കം നൽകിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതകൾക്കായി അനുവദിച്ച സീ ഫുഡ് കഫ്തീരിയ, ഫിഷ് ഔട്ട്ലെറ്റ് ട്രക്കുകളുടെ വിതരണോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ താനൂർ ഹാർബറിൽ നിർവഹിച്ചു. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണിത്. നേതാക്കളുടെ അമിതമായ ലാളന കൊണ്ടാവും PK ശശി പാർട്ടിക്കെതിരെ തിരിഞ്ഞതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. ഇത്ര ലാളനയും പിന്തുണയും അവസരവും കിട്ടിയ മറ്റൊരു CPM നേതാവ് പാലക്കാട് ജില്ലയിൽ ഉണ്ടാകില്ലെന്നും NN കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീ ശാക്തീകരണം, ഭവന നിർമ്മാണം, തൊഴിൽശേഷി വികസനം, ഡിജിറ്റൽ സാക്ഷരത എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്
CK ഹാരിസാണ് ബജറ്റ് അവതരിപ്പിച്ചത്. PK ശശിയെ CPM-ൽ നിന്നും പുറത്താക്കിയ നടപടി കുമരംപുത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്ത് ആഘോഷിച്ചു. ആഹ്ലാദ പരിപാടിയിൽ മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.